എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാരമ്പര്യത്തിൽ കർക്കിടക മാസത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ ഫലങ്ങൾ നൽകുന്നതാണ് വിശ്വാസം. ജീവിതത്തിലെ ശനി, രാഹു, കേതു ദോഷങ്ങൾ അകറ്റാനും അതുപോലെ തന്നെ തടസ്സങ്ങൾ ഒക്കെ മാറാനും ആയിട്ട് കാര്യവിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ആചാരമാണ് ശ്രീരാമജയം എഴുതുക എന്ന് പറയുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെ കാണൂ. ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ട് ബുക്കും പേനയും ആണ്. കർക്കിടകം 1-ാം തീയതി രാവിലെയോ വൈകുന്നേരമോ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഈ മാസം തുടങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് നിങ്ങൾക്ക് എഴുതി തുടങ്ങാവുന്നതാണ്. ഏതു ദിവസം തുടങ്ങിയാലും അന്നു മുതൽ കർക്കിടകം അവസാനിക്കുന്നത് വരെ തുടർച്ചയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇത് എഴുതേണ്ടതിന് ശരിയായിട്ടുള്ള രീതി നിലത്ത് പായ വിരിച്ച് എഴുതാവുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ആണെങ്കിൽ അവർക്ക് കസേരയിലോ ടേബിളിലോ ഒക്കെ ഇരുന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ എഴുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഇതൊക്കെയാണ്. ബുക്കിൻ്റെ ആദ്യ പേജിൽ മുകളിൽ വലതുഭാഗത്തായിട്ട് ഓം എന്ന് എഴുതുക. അതിനുശേഷം താഴെ ഓം ശ്രീരാമജയം എന്ന് വരിയായി എഴുതി തുടങ്ങുക. ഇങ്ങനെ കൃത്യം 108 തവണ എഴുതണം. ഓരോ വരിക്കും നമ്പർ ഇട്ട് എഴുതുന്നത് കണക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 108 തവണ ശ്രീരാമജയം എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം കൂടി 8 പ്രാവശ്യം എഴുതണം. ഓം ഹരീം ശ്രീരാമചന്ദ്രായ സർവാഭീഷ്ടം സിദ്ധയ. ഇത് നമ്മൾ ഒരു 8 പ്രാവശ്യം കൂടെ ഓരോ 108 പ്രാവശ്യവും ശ്രീരാമജയം എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതുക. ഇങ്ങനെ ദിവസവും എഴുതുക. ഒരു പേജിൽ എഴുതി തീർന്നില്ലെങ്കിൽ അടുത്ത പേജിൽ തീയതി ഇട്ടിട്ട് അത് നമ്മൾക്ക് തുടർന്ന് എഴുതാവുന്നതാണ്. പിന്നെ ഇതിന് എഴുതാൻ ഉപയോഗിക്കേണ്ട മഷി റെഡ് ഇങ്കിലും ബ്ലൂ ഇങ്കിലും ഗ്രീൻ ഇങ്കിലും എഴുതാവുന്നതാണ്. പക്ഷേ കറുപ്പ് ഇങ്കിൽ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ശുദ്ധാശുദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിച്ചിട്ട് അതിനു മുന്നിൽ ഇരുന്നാണ് എഴുതുന്നതെങ്കിൽ തീർച്ചയായും ആചാരപരമായിട്ടുള്ള ശുദ്ധി പാലിക്കേണ്ടതുണ്ട്. ആർത്തവകാലം പോലെയുള്ള സമയങ്ങളിൽ പൂജാമുറിയിൽ കയറി അവിടെ ഇരുന്ന് നമ്മൾക്ക് എഴുതാൻ സാധിക്കില്ല. എന്നാൽ നിലവിളക്ക് തെളിയിക്കാതെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത്ര നിയന്ത്രണങ്ങൾ ഇല്ല. ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സ്ത്രീകൾക്ക് ആർത്തവകാലത്ത് മാറിയിരുന്ന് എഴുതുന്നതിനും തടസ്സങ്ങളില്ല. പക്ഷേ കുടുംബത്തിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുലയോ വാലായ്മയോ ഉള്ള ദിവസങ്ങളിൽ ഈ മന്ത്രം എഴുതാനേ പാടില്ല. അത് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ആചാരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനി, രാഹു, കേതു ദോഷങ്ങൾ, കണ്ണേറ് ദോഷങ്ങൾ ഇതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ രാമായണ കാലഘട്ടം മുതൽക്കേ നിലവിലുള്ള ഈ രീതി പിന്തുടരുന്നവർക്ക് ഏതു പരാജയത്തിൽ നിന്നും കരകയറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സാധിക്കാനും വിജയിക്കാനും ഒക്കെയുള്ള മാനസികമായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. ശ്രീരാമജയം എന്നത് ഹനുമാൻ സ്വാമിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട മന്ത്രമാണ്. അതിനാൽ ഈ എഴുത്ത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് കാരണമാകും. നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് എഴുതുമ്പോൾ ഒരു മൊബൈൽ ഫോണിലോ മറ്റോ ആധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രീരാമഗീതങ്ങളോ കേൾക്കുന്നത് നല്ലതാണ്. അത് മനസ്സിന് വലിയ ഏകാഗ്രത നൽകും. ഇത് വളരെ നല്ലൊരു ശീലമാണ്. അപ്പോൾ നിങ്ങൾ എഴുതുന്നതിന് മുൻപായിട്ട് ഭഗവാന്റെ ഏതെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്ലോകങ്ങളോ അവിടെ മൊബൈലിലോ ടിവിയിലോ ഓൺ ചെയ്ത് വെച്ചിട്ട് കേട്ടുകൊണ്ട് എഴുതുന്നത് നമുക്ക് കൂടുതൽ ഗുണം ലഭിക്കും. അതുപോലെ തന്നെ കർക്കിടക മാസം അവസാനിക്കുന്ന ദിവസം നിങ്ങൾക്ക് കഴിയുന്ന ഒരു ദാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു പുണ്യം നൽകും എന്നാണ് വിശ്വാസം. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ
എന്തെങ്കിലും സമർപ്പിക്കുകയോ അല്ലെങ്കിൽ അർഹരായിട്ടുള്ളവർക്ക് വസ്ത്രമോ ദക്ഷിണയോ പണമോ എന്തെങ്കിലും നൽകുകയോ ചെയ്യാം. സമയം ലഭിക്കുകയാണെങ്കിൽ രാമായണ പാരായണം കൂടി നടത്തുന്നത് വളരെ നല്ലതാണ്. എന്നാൽ സമയം കുറവുള്ളവർക്ക് ഈ മന്ത്രം മാത്രം എഴുതുന്നതും മതിയായിരിക്കും. അതേപോലെ തന്നെ രാമായണം മുഴുവൻ വായിക്കാൻ പറ്റാത്തവർക്ക് ഏകശ്ലോകി എന്ന രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാമായണം ഉണ്ട്. അതിലാകെ 8 വരികളുള്ള ഒരു ശ്ലോകമാണ്. ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ രാമായണവും വായിക്കുന്നതിൻ്റെ ഫലം ആണ് ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് പറയുക. അപ്പോൾ മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ കർക്കിടക മാസം മുഴുവനും ശ്രീരാമജയം എന്നെഴുതി പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു കാര്യം നമ്മളുടെ ജീവിതത്തിലെ വലിയ വലിയ തടസ്സങ്ങളെ ഒക്കെയാണ് ഇല്ലാണ്ടാക്കുന്നത്. നമ്മൾ കർക്കിടക മാസത്തിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും. രാമായണ മാസം മുഴുവൻ ഇത് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എഴുതുക. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം രാമായണ മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ ഈ പുസ്തകം പൂജാമുറിയിലോ ഏതെങ്കിലും ശുദ്ധമായിട്ടുള്ള സ്ഥലത്തോ എടുത്തു വയ്ക്കുക. അതും അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള അഗ്നിയിൽ സമർപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.